സ്നേഹപൂർവ്വം കവിത ചൊല്ലാനായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ആനയുടെ രൂപവും ആണിന്റെ ശബ്ദവും എന്ന് കരുതി ആരും എൻ്റെ കവിത കേൾക്കാതെ ഇരിക്കരുത്. കാര്യം ആ മകളിവിടെ നിന്നുകൊണ്ട് ആ മോള് നിന്ന് എത്ര സുന്ദരമായിട്ട് അവള് പാടി. പക്ഷെ ആരും ആ പാട്ട് നല്ലപോലെ കേട്ടിരുന്നില്ല. പിന്നെ ഈ കഴുത രാഗത്തിൽ ഞങ്ങൾ പാടുന്ന കവിതകൾ ആരും കേൾക്കുമെന്നുള്ള ഉറപ്പില്ല. എങ്കിലും കവിത പാടണമെന്ന ആഗ്രഹത്തോടുകൂടി ഞങ്ങൾ വന്നു പോയില്ലേ, അതുകൊണ്ട് ഞങ്ങൾ ഈ കവിത പാടുകയാണ്. ഞാൻ എൻ്റെ കവിത ഒന്ന് മാറ്റി പിടിക്കുകയാണ് കേട്ടോ. എന്തിനെഴുതണം കവിത ഞാനിനി എപ്പോൾ എങ്ങനെ എഴുതണം, എവിടെ ചൊല്ലണം കവിത ഞാനിനി ആരെ അറിയുവാൻ. എന്തിനെഴുതണം കവിത ഞാനിനി എപ്പോൾ എങ്ങനെ എഴുതണം, എവിടെ ചൊല്ലണം കവിത ഞാനിനി ആരെ അറിയുവാൻ. നേരിനെ കുറിച്ചെഴുതിയോൾ പിന്നെ നെറുവുകേടും വരച്ചവൾ. നേരിനെ കുറിച്ചെഴുതിയോൾ പിന്നെ നെറുവുകേടും വരച്ചവൾ. പ്രണയ കവിതകൾ എത്ര രചിച്ചവൾ, പയണം എത്ര നടത്തിയോൾ. അഴകും അഴിമതിയും പിന്നെ അഴലും നോവിൻ്റെ ആഴവും, ജയവും പിന്നെ തോൽവിയും എല്ലാം കനിവിൻ കവിതയായി രചിച്ചവൾ. ആരു കേൾക്കുന്നു ആലോചിക്കുന്നു, ആരു പിന്നീടതോർക്കുന്നു. ആരു കേൾക്കുന്നു ആലോചിക്കുന്നു, ആരു പിന്നീടതോർക്കുന്നു. ഏവരും തിരക്കിലാണ് എഴുതി പുഴയായി ഒഴുകുവാൻ. ഏവരും തിരക്കിലാണ് കഴിച്ചു കാലി ആകുവാൻ. എത്ര സുഖങ്ങൾ എത്ര ദുഃഖങ്ങൾ കവിതയായി പാടി, എത്ര നോവുകൾ എഴുതി ഞാൻ. ആരും തിരിഞ്ഞൊന്നു നോക്കിയില്ല, പിന്നാരും ആശ്വസിപ്പിച്ചില്ല. എഴുതി വാഴുന്നു ഞാൻ, വഴുതി വായന വീഴുന്നു. എഴുതി വാഴുന്നു ഞാൻ, വഴുതി വായന വീഴുന്നു. എങ്കിലും ഞാൻ എഴുതിടും എന്നെ നിങ്ങളു കേൾക്കുവാൻ. എങ്കിലും ഞാൻ പാടിടും ഇവിടെ എന്നെ നിങ്ങളു കേൾക്കുവാൻ. ജയ് ഹിന്ദ്, ജയ് കർണാടക മാതേ. താങ്ക് യു.